ഓണ ദിവസങ്ങളിൽ പൊതുവിപണിയിലെ വില നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ചില ഇടപെടലുകൾ ഫലം കാണുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. അതായത് പ്രധാനപ്പെട്ട സപ്ലൈകോ സ്റ്റോറുകൾ വഴിയുള്ള ഓണം ഫെയർ കച്ചവടമാണ് തകൃതിയായി തന്നെ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ വളരെ ഇടിഞ്ഞ നിലയിലായിരുന്നു പൊതുവിപണിയെങ്കിൽ ഇത്തവണ സർക്കാരിൻ്റെ ചില പദ്ധതികളും ഇടപെടലുകളും എല്ലാം തന്നെ സപ്ലൈകോ സ്റ്റോറുകളിലേക്കും അല്ലെങ്കിൽ ഓണം ഫെയറുകളിലേക്കും എല്ലാം തന്നെ വലിയ തോതിൽ ജനങ്ങളെ എത്തിക്കുന്ന നിലയിലേക്ക് മാറി. കഴിഞ്ഞ ദിവസങ്ങളിലെ ചില ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണെങ്കിൽ 300 കോടി രൂപയോളം വരുമാനം പിന്നിട്ടിരുന്നു. അതായത് സപ്ലൈകോ സ്റ്റോറുകളിലെ വിറ്റുവരവ് ഏറെക്കുറെ 300 കോടി രൂപ പിന്നിട്ടിരുന്നു. ഇപ്പോൾ ഉത്രാടം തിരുവോണം ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ 400-500 കോടി രൂപയുടെ വിറ്റുവരവ് ഇത്തരത്തിൽ സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഏതായാലും ഈ ഘട്ടത്തിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് സാധാരണ രീതിയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രമാണ് സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് മികച്ച ബ്രാൻഡുള്ള പല ഉൽപ്പന്നങ്ങളും വളരെ ചെറിയ വിലയിൽ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കടകളിലും മറ്റും പോകാതെ ആളുകൾ വലിയ തോതിൽ തന്നെ സപ്ലൈകോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലേക്കും മറ്റും എത്തുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ വ്യാപകമായി പരസ്യം ചെയ്യാനും ഈ തവണ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ജില്ലകൾ തോറും ജില്ലാ ഓണം ഫെയറുകളും അതോടൊപ്പം പുറമെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഓണം ഫെയറുകളും സാധാരണ നിലയിലുള്ള മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ സ്റ്റോറുകൾ വഴി ഓണക്കച്ചവടം എല്ലാം തന്നെ സംസ്ഥാനത്ത് വലിയ തോതിൽ തന്നെ സർക്കാർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ ഗുണമായി തന്നെ ഈ ഘട്ടത്തിൽ പറയാം. അതായത് ഈ ഓണ ദിവസങ്ങളിലടക്കം 400 കോടിയിലേക്കും 500 കോടിയിലേക്കും എല്ലാം സംസ്ഥാനത്തെ വിറ്റുവരവ് എത്തുന്നു എന്നുള്ളത് വളരെ ചെറിയൊരു കാര്യമല്ല. അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ, അതായത് ഏറെക്കുറെ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ, അതായത് സബ്സിഡി ഇനത്തിലും നോൺ സബ്സിഡി ഇനത്തിലും ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാനും സപ്ലൈകോയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നമ്മളോട് ഉൾപ്പെടെ സംസാരിച്ചപ്പോഴും ഈ ഓണം ഫെയറിനെ അല്ലെങ്കിൽ ഓണം കച്ചവടത്തെ കുറേയും കൂടി ജനകീയമാക്കാൻ UDF സർക്കാരിന് സാധിച്ചു എന്നൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചത്. സപ്ലൈകോയും കൺസ്യൂമർ ഫെഡുമാണ് ഇപ്രാവശ്യത്തെ ഓണം തൂക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സപ്ലൈകോയിലെയും കൺസ്യൂമർ ഫെഡ് വഴിയുള്ള ഔട്ട്ലെറ്റുകൾ വഴിയുള്ള ബിസിനസ് വർദ്ധിച്ചതോടുകൂടി പൊതുവിപണിയിൽ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ഓണം വരുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വിലക്കയറ്റം എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ടായിരുന്നു. ആ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ വേണ്ടി സപ്ലൈകോയും കൺസ്യൂമർ ഫെഡിൻ്റെ വിപണിയാണ് ഫലം ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് കൺസ്യൂമർ ഫെഡിൻ്റെ ഓണം വിപണി 2000-ഓളം ഔട്ട്ലെറ്റുകളാണ് കൺസ്യൂമർ ഫെഡ് ഓണം വിപണിയായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ വഴിയായിട്ടുള്ള ബിസിനസ് ഏകദേശം 300 കോടിക്ക് മുകളിൽ പോകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു വിവരം കിട്ടുന്നത്. അപ്പോൾ പൊതുവിപണിയിൽ സർക്കാർ സംവിധാനത്തിന് എങ്ങനെ ഫലപ്രദമായി ഇടപെടാൻ കഴിയും എന്നുള്ളത് UDF സർക്കാർ, VD സതീശൻ സർക്കാർ തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. ഈ ഓണത്തെ സംബന്ധിച്ചിട്ട് ആർക്കും പരാതിയില്ലാത്ത ഒരു ഓണമായിട്ടാണ് കാണുന്നത്. എല്ലാ വിഭാഗം പെടുന്ന ആൾക്കാരും പറയുന്നത് വളരെ നന്നായ ഒരു ഓണമാണ്. ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഗവൺമെൻറ് ഈ ഓണം വിപണിയിൽ എടുത്ത് പറയത്തക്ക രീതിയിൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ കൺസ്യൂമർ ഫെഡിൻ്റെയും സപ്ലൈകോയും വഴിയുള്ള ഇടപെടൽ വഴി പൊതുവിപണിയെ അല്ലെങ്കിൽ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത് സാധാരണക്കാർക്കും സാധാരണ ജനങ്ങൾക്കും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഈ ഗവൺമെൻറ്റിനെ എത്ര പ്രശംസിച്ചാലും മതി വരത്തില്ല. അതുപോലുള്ള ഒരു ഇടപെടലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.